Hi friends, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വന്നുള്ളതെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഒരു പീസിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കുന്നത് പറഞ്ഞാൽ 3D ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. 3D എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് നമ്മൾ എഴുതുന്ന ലെറ്റർ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോ കാണിച്ചു തരാം. അത് വരച്ചെടുത്തത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് പെന്നുണ്ടോ പെൻസിലുണ്ടോ എന്ന് വരച്ചല്ല എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് എന്തുകൊണ്ട് ചെയ്തതാണ് ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും അറിയും, കാരണം നമ്മളിത് ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഇത് ഈ ഒരു എഴുത്തൊക്കെ കുറച്ച് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇത് കുറച്ച് നല്ല ചിത്രമൊക്കെ വരയ്ക്കാൻ കഴിയുന്നവരാണ്. ഇപ്പോൾ ഇതന്നെ നമ്മൾ 2-3 പ്രാവശ്യം വരച്ചതിന് ശേഷം മായ്ച്ച് പിന്നെ ചെയ്തതാണ് കേട്ടോ. ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചതിന് ശേഷം പിന്നെയാണ് ഈ ഒരു ഇതിൽ ചെയ്യുന്നത്, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് ആദ്യം നമ്മുടെ ലോഗോ, നമ്മുടെ ടെക്നിക്കൽ സ്റ്റുഡിയോയുടെ ലോഗോ ഒക്കെ നമ്മൾ വരച്ച് നോക്കി. പക്ഷേ അതൊന്നും ശരിയാവാത്തതുകൊണ്ട് നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞാൽ പിന്നെ സാൻഡ് പേപ്പർ കൊണ്ട് വായിക്കണം. നിങ്ങൾക്കറിയാം, മരത്തിൽ എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ പിന്നെ സാൻഡ് പേപ്പർ കൊണ്ടിട്ട് വരത്തിയാലേ പെട്ടെന്ന് പോകത്തുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. അപ്പോൾ നമ്മൾ അതേപോലെ 2-3 പ്രാവശ്യമൊക്കെ വരച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഈ ഒരു ഇതേപോലെ വരയ്ക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചിത്രമൊക്കെ വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ഫോട്ടോ കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡായിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമ്മുടെ മുഖമൊക്കെ വരയ്ക്കാറില്ലേ, അപ്പോൾ അതേ രൂപത്തിലേക്ക് ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഒരു ചെറിയ ലൈൻ ഇട്ടതിന് ശേഷം പിന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്യാണ്ട് പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു മരത്തിൻ്റെ പലക എടുത്ത് നല്ല രീതിയിൽ സാൻഡ് പേപ്പർ വെച്ച് വരത്തി നല്ല മിനുസത്തിലാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ സാൻഡ് പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ മിനുസത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നമ്മൾ എന്താണോ ചിത്രം വരക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ചിത്രം നമ്മൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ച് അതിനൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു യൂട്യൂബിൻ്റെ ചിഹ്നം, അതേപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മളെ സെക്കൻഡ് ചാനലിൻ്റെ ചിഹ്നം, എപ്പിക് സെറ്റിൻ്റെ ചിഹ്നം, അതേപോലെ തന്നെ ഒരു ഭാഗത്ത് ടെക്നിക്കൽ സ്റ്റുഡിയോയുടെ ചിഹ്നമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളെ കൊണ്ട് അത് വരക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അതിൽ ബുദ്ധിമുട്ടി വരച്ച് ആയില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ മായ്ച്ച് കളഞ്ഞ് സാൻഡ് പേപ്പർ വെച്ച് മായ്ച്ച് കളഞ്ഞ് പിന്നെ നമ്മൾ മാർക്കർ ഉപയോഗിച്ച് ഒരു കളർ പെന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ ടെക്നിക്കൽ സ്റ്റുഡിയോ എന്ന് എഴുതിയതിനു ശേഷം അതിന് മുകളിൽ ഒരു യൂട്യൂബിൻ്റെ ചിഹ്നം, ഇതന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി വരച്ചാട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചിത്രം വരക്കാൻ കഴിയുന്നവരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു ഷോൾഡറിങ്ങാണ് വെച്ചുകൊണ്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ കറുപ്പിക്കാനായിട്ട് പോകുന്നത്. ഷോൾഡറിങ്ങാണ് വെച്ചുകൊണ്ട് മരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ കരിഞ്ഞാണ്ട് ഒരു ബ്ലാക്ക് നിറത്തിലായി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിത്രം വരക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കളർ പെന്ന് വെച്ചുകൊണ്ട് മാർക്കർ വെച്ചുകൊണ്ട് വരച്ചത് നമ്മൾ ഒന്നും കൂടി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കളർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് കളർ കുറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഷോൾഡറിങ്ങാണ് വെച്ചുകൊണ്ട് അതിന് മുകളിൽ വരച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സൈഡിൽ വരച്ച് കാണിച്ചില്ലേ, അതേപോലെ തന്നെ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് നിറത്തിലായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ലാസ്റ്റ് നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഷോൾഡറിങ്ങാണ് വെച്ച് ഇതേപോലെ വരുതി കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് നിറത്തിലായിട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോവാണ്. നന്നായിട്ട് കരിക്കൊന്നും വേണ്ട, അതിന് മുകളിൽ മാത്രം ഇതേപോലെ ഇങ്ങനെ ഷോൾഡറിങ്ങാണ് വെച്ച് ആക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കരിഞ്ഞ് ബ്ലാക്ക് നിറത്തിലായി വരും. അതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇത് പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതെന്താണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം ആ ഒരു അവിടെയുള്ള എഴുത്തൊക്കെ നമ്മൾ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക, കരിഞ്ഞ് കുറച്ച് താഴ്ന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതിന് ശേഷം ഇതിന് മുകളിലായിട്ട് വാർണിഷോ ഫെവിക്കോളൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ ഈ ഷോൾഡറിങ്ങനെ വെച്ച് ഒന്ന് കരിയിച്ചെടുക്കണം. പിന്നെ ഷോൾഡറിങ്ങാണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ ഷോൾഡറിങ്ങാണ് മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കട്ടിയം ലെയറിൽ ആണി പിടിച്ചതിന് ശേഷം ആണി ചൂടാക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അത് ഭയങ്കര റിസ്ക്കാണ്. അതിനേക്കാൾ നല്ല 100 രൂപയ്ക്ക് ഒരു ഷോൾഡറിങ്ങാണ് വരത്തുള്ളൂ. അത് മേടിച്ച് കഴിഞ്ഞ് ഇതേപോലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ ഷോൾഡറിങ്ങാണ് നല്ല ചൂടുണ്ടാവും, കയ്യിലൊക്കെ തട്ടി കഴിഞ്ഞാൽ പൊള്ളും, നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷോൾഡറിങ്ങാണ് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഷോൾഡറിങ്ങാണ് ബിറ്റ് ഇതേപോലെ ചെറിയ നല്ല സ്ട്രോങ് ആയില്ല ഷാർപ്പ് ബിറ്റാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിത്രം കറക്റ്റായിട്ട് വരക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ കുറച്ച് വീതിയുള്ളതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ടും കരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു ഔട്ട്ലൈനും കൂടിയും കൊടുക്കണം. ഇപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് വായിക്കാൻ പറ്റൂട്ടോ. കാരണം അതൊരു 3D രൂപത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു അടയാളം അവിടെ ഉണ്ട്.
അതിങ്ങനെ താഴ്ന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വായിക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ച പോലെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഒരു ഔട്ട്ലൈനും കൂടി നമ്മൾ വരച്ചെടുക്കണം. ഇവിടെ ഔട്ട്ലൈനായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം പെൻസിലുകൊണ്ട് വരക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ചിത്രം വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആളുകളുടെ മുഖമൊക്കെ വരക്കുന്നവരുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്, ആ രീതിയിലൊക്കെ ഇതിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൊണ്ട് അതൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലെങ്കിലും വരച്ചെത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഗിവ് അവേയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരെയും കൂടിയൊക്കെ ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷോൾഡർ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരുപാട് നേരം ഇതേപോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര ആഴം വരെ പോകുമെന്ന് നോക്കണം. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് തിരിച്ചു കൊടുത്താണ്ട് എത്ര ആഴത്തിൽ വരെ ഇത് പോകുമെന്ന് നോക്കണം കുറച്ച് നേരം പിടിച്ചിട്ട്. അപ്പം അതേപോലെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊത്തുപണിയൊക്കെ ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ല. കണ്ടപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവിടെ ഒരു കുഴിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഷോൾഡറിങ് ആണ് പിടിച്ച് അത് അവിടെ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഷോൾഡറിങ് ആണ് നല്ല ചൂടുണ്ടാവും, അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ നല്ല ചൂടുണ്ടാവും, അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഔട്ട്ലൈനൊക്കെ വരച്ചു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വാർണിഷും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ വാർണിഷൊന്നും അടിക്കുന്നില്ല, നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നുള്ളൂ. പണ്ടത് കരിഞ്ഞ രൂപത്തിലാണ് ഉള്ളത്, ഒരു കരിയിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഇതേപോലെ ചിത്രമൊക്കെ വരക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആരും മറക്കണ്ട, ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കട്ടോ. നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മറന്നു എന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ നമ്മൾ 10K ആകുമ്പോഴാണ് നമ്മൾ ഗിവ് അവേ വിന്നറിനെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് 6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവരൊക്കെ പോയിട്ട് ഗിവ് അവേയിൽ ഒന്ന് പങ്കെടുക്കുക. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വരക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെറിയൊരു ഷോൾഡറിങ് ആണ്, ഒരു 100 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള ഷോൾഡറിങ് ആണ്. അപ്പോൾ അത് മേടിച്ചതിന് ശേഷം ഇതേപോലെ ചെയ്താൽ മതി. അല്ലാതെ ഷോൾഡറിങ് ആണ് അല്ലാതെ നമുക്ക് ചെയ്യാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ പിന്നെ ആണിയൊക്കെ ചൂടാക്കിയതിന് ശേഷം അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലൊരു ചെറിയ ഷോൾഡറിങ് ആണ് മേടിക്കുന്നതാണ്. അപ്പോൾ ഷോൾഡറിങ് ഉണ്ടെങ്കിൽ ഇതേപോലെ വരക്കാൻ കഴിയും. നല്ല രീതിയിൽ ചിത്രമൊക്കെ വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരക്കാൻ കഴിയും. നമുക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വരച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.